നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ലടാ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? എനിവേ, നമുക്കിനി നല്ല ഫ്രണ്ട്സ് ആവാം. എന്തും തുറന്നു പറയാൻ സാധിക്കുന്ന, സന്തോഷവും സങ്കടവും ഒക്കെ തുറന്നു പറയാൻ കഴിയുന്ന നല്ല ഫ്രണ്ട്സ്. ഓക്കെ? ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ എന്റെ ഫ്രണ്ട്ഷിപ്പ് ഒരു ഭാരമായിന്ന് പറയില്ലല്ലോ? ഒരിക്കലുമില്ല. ഒരുപാട് അറിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഒന്നും കരുതില്ല. ഫ്രണ്ടാവാൻ ഞാൻ ഓക്കെ. അല്ലടാ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഓ ഓ സുജാതേ, അല്ല, നമ്മള് ചോദിച്ച സമയം തെറ്റിപ്പോയോ സുജാതേ? ആ ചോദ്യം അവരുടെ മനസ്സിൽ കിടക്കട്ടെ രാമകൃഷ്ണേട്ടാ. അവര് തമ്മിൽ ചേർന്നേ പറ്റൂ. ഹരിയെ ഞാൻ എന്റെ മോനായി സ്വീകരിച്ചു കഴിഞ്ഞു. പത്മ എന്റെ മോള് തന്നെയാ, അതിലൊരു മാറ്റവും ഇല്ല. ഇനിയെല്ലാം ദൈവം തീരുമാനിക്കട്ടെ.
ഇവിടെ കൊണ്ടുവന്നാരാ? ഹരി എന്ന് പറയുന്ന ഒരാളാ. അയാള് പോയി. ഡോക്ടറോട് ചോദിച്ചിട്ടാ പോയത്. നിങ്ങൾ ഇവിടുത്തെ പേഷ്യന്റ് ആണല്ലോ. ഹരിസാറിനും അമ്മാവന് കുഴപ്പമൊന്നുമില്ലല്ലോ? അവർക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല സിസ്റ്ററെ. എത്ര ശ്രമിച്ചിട്ടും പഴയ കാര്യങ്ങളൊന്നും തിരിച്ചു കിട്ടുന്നില്ല. എന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആരോ ഉണ്ടായിരുന്നു. അതാരാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സാരമില്ല, എല്ലാം ശരിയാവും. ഡോക്ടർ എന്നെ ജീവന്റെ കെയറിന് വേണ്ടി മാത്രം നിർത്തിയിരിക്കുക. എനിക്കത് ഇഷ്ടമാണ്. പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോണോന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? ഇപ്പോഴത്തെ ജീവിതം രസമല്ലേ? ജോലിയുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. പിന്നെ കാവലിരിക്കാൻ ഞാനും. എന്നോടെന്തിനാ പിണക്കം കാണിക്കുന്നത്? ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ? സാധാരണ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളൊന്നും ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ പതിയാറില്ല. പക്ഷേ എന്താന്നറിയില്ല, ജീവനെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ എന്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? പഴയ ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഉള്ളതൊന്നും ജീവൻ മറന്നു പോകരുതെന്ന. കൂട്ടത്തിൽ എന്നെയും. സുന്ദരനാകേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.